ഇതത് തന്നെ ഞാനൊരു 1000 തവണ അവളോട് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിന് ഫോൺ കൊടുക്കരുതെന്ന് ഇത് ആരാണ്ടരെ കൂടെ ഒളിച്ചോടി പോയതാ. പൊന്നു മാമ ഒന്ന് പതുക്കെ പറയാൻ പറ്റുമോ? ഇത് എന്റെ കാര്യം ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഈ കല്യാണത്തിൽ വന്ന ആൾക്കാരൊക്കെ ഞാൻ എന്നാ പറയും? അല്ലേ ഇതെന്താ കല്യാണ വീടോ അതോ മരണ വീടോ? ഒറ്റ ഒരുത്തിനും കാണാനില്ല. അവിടെ അല്ലടാ കുറച്ചുകൂടെ കയറ്റി കെട്ട്. ആ അത് മതി. ഒന്നടാ ആ ചേട്ടാ. എടാ ഒറ്റ ഒരുത്തിനും കാണാനില്ല, പിള്ളേരാരും ഇല്ലേ? അത് പിന്നെ ചേട്ടാ ഡെക്കറേഷൻ ഒന്നും വണ്ടിയില്ലേ, അത് കേടായിട്ട് വൈകി കിടക്കാം. പിള്ളേർക്ക് എൻ്റെ പുറകെ പോയി അവരിപ്പോൾ വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അല്ല സാധാരണ കല്യാണ പെണ്ണ് ഓടിച്ചോടി നടക്കണേ കേട്ടോ, അവളെയും കാണാനില്ല. അവളോട് എല്ലാം കാണും, കുഴപ്പമില്ല. ചിലപ്പോൾ മുകളിലായിരിക്കും, നമുക്ക് ഒന്ന് പോയി നോക്കാം. പണി എന്താടാ? പണി നടന്നുകൊണ്ടിരിക്കണോ? കഴിഞ്ഞില്ല. ആ ഞാൻ കാറ്ററിംഗിൻ്റെ കളിച്ച് സെറ്റല്ലേ? ആ അതെല്ലാം ഓക്കെ. ആ ഓക്കെ ഒന്ന് നോക്കിയോ. ആ മാമ മറ്റേ ചിഞ്ചുനെ കണ്ടായിരുന്നോ? ഇല്ലടാ ചേട്ടനൊന്നും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആണോ? നീ ഒന്ന് നോക്ക് കേട്ടോ. ആ സാൻഡ്ര. ആ എടാ ചിഞ്ചുനെ കണ്ടോ? ഇല്ല, ഞാൻ ഇവിടെയൊക്കെ നോക്കി കണ്ടില്ല. പെണ്ണ് കല്യാണ വീടായിട്ട് വള്ളിപ്പടർ. കൊച്ചാ എന്താ മാമ? ആ ചിഞ്ചുവിനെ കണ്ട വന്നപ്പോ തൊട്ട് നോക്കി കിടക്കാൻ. ഞാനും കുറെ നേരം അന്വേഷിക്കണം, കാണുന്നില്ല. ഫോണിലൊന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ വിളിച്ചു നോക്കി, ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറയുന്നത്. ഇതത് തന്നെ ഞാനൊരു 1000 തവണ അവളോട് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിന് ഫോൺ കൊടുക്കരുതെന്ന് ഇത് ആരാണ്ടരെ കൂടെ ഒളിച്ചോടി പോയതാ. പൊന്നു മാമ ഒന്ന് പതുക്കെ പറയാൻ പറ്റുമോ? ഇത് എന്റെ കാര്യം ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഈ കല്യാണത്തിൽ വിളിച്ച ആൾക്കാരൊക്കെ എന്നാ പറയും? വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇതത് തന്നെ അവളെ ആരാണ്ടരെ കൂടെ ഒളിച്ചോടി പോയെന്നേ. ഉണ്ടായിരിക്കാം, അവിടെ പോയിട്ടൊന്നുമില്ല, അവളെ ബാത്റൂമിൽ നിൽക്കുന്നുണ്ട്. ഇതത് തന്നെ വയറിളക്കം, മര്യാദ ഫുഡ് കഴിക്കത്തില്ല, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോണ്ട് ഇത് ഞാൻ വരട്ടെ കൂടെ. ചിഞ്ചു ഇല്ല, ഞാൻ ഈ വാതിൽ ഓർക്കത്തില്ല, എനിക്ക് കല്യാണം വേണ്ട. ഇങ്ങോട്ട് മാറി എടി വാലോർക്കടി. ഇല്ല, ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ വാതിൽ ഓർക്കത്തില്ല. എന്നോട് പറഞ്ഞ എന്താ പറ്റിയെന്ന് പറ, എന്നോടൊന്ന് പറ. എനിക്ക് എന്തായാലും കല്യാണം വേണ്ട. രാവിലെ തൊട്ട് നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു, ഇപ്പൊ നിനക്ക് എന്താ പറ്റിയേ? എടി കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ പോലെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലോ? കുടുംബമായി, പ്രാരാബ്ദമായി, റെസ്പോൺസിബിലിറ്റീസ് ആയി, പിള്ളേരായി ഓർക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾ തമ്മിൽ അറിയാം, ഇപ്പഴാണ് നീ ഇതൊക്കെ ആലോചിക്കുന്നത്? എന്തായി? അവൾക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. പ്രാന്താണ്. എനിക്കറിയില്ല, ഇതൊന്നും നമ്മുടെ കൈ നിൽക്കില്ല, ടെൻഷനാവുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അഭിനെ വിളിക്കാം. അതാ നല്ലത്, അവനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ചിഞ്ചു എടാ നിങ്ങൾ പോക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. ഒന്ന് വാലും തുറന്നേ. ഹലോ, എന്താ പ്രശ്നം? എന്താ? എനിക്ക് കല്യാണം കഴിക്കണ്ട. എടി പിന്നെ നിനക്ക് കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? കുറച്ച് മുണ്ട് ഷർട്ട് പഠിച്ച് കാശും കളഞ്ഞു. എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് മുണ്ടെടുക്കാൻ പോലും അറിഞ്ഞൂടാ. എന്താ പ്രശ്നം? എന്താ? എടോ അതെന്താണെന്നറിയോ, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ വന്ന എന്തെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് വന്നാലോ, അതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ പോയാൽ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 5 ഇതിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും ഉടക്കിയിട്ടില്ലേ? അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോയില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ കല്യാണം കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോകൂലേ? ഇതിപ്പോൾ ജസ്റ്റ് ലീഗലി നമ്മൾ കല്യാണം കഴിക്കുന്നതേ ഉള്ളൂ. ചെറിയ ആൾക്കാരൊക്കെ വിളിച്ചില്ലേ, കല്യാണം കഴിക്കാം. കഴിക്കാലോ.